ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വക്രതുണ്ഡമഹാകായ സൂര്യകോടിസമപ്രഭ അവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. അരക്കെട്ടിന്റെ അഭൗമമായ സൗന്ദര്യം സാമുദ്രിക ലക്ഷണമനുസരിച്ച്, ഭാരതീയ സൗന്ദര്യ ലക്ഷണമനുസരിച്ച് കൃശമായിട്ടുള്ള അരക്കെട്ടാവണത്ര, ഒതുങ്ങിയ അരക്കെട്ട്. അപ്പൊ ഭഗവതിയുടെ അരക്കെട്ടിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്, ഏത് രീതിയിലുള്ളതാണെന്ന്. അത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഏതെടുത്താലും ലളിതാ ത്രിപുരസുന്ദരിയുടെ ഓരോ അവയവങ്ങളും അത് അനാഗലിതം തന്നെയാണ്. ഒരു വസ്തുവിനോട് പോലും ഉപമിച്ചത് കേമത്തരാണ്, അല്ലെങ്കിൽ വേറെ ഇതിനെക്കാട്ടിലും നല്ലതെന്തെങ്കിലും കണ്ടെങ്കിലല്ലേ അതിനോട് ഉപമിക്കുവാൻ സാധിക്കുള്ളൂ. അതാണ് അഗ്നേതമാരുടെ ആ നാമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അരക്കെട്ടിന്റെ അഭൗമമായ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന നാമമാണ്. ഇടുങ്ങിയ അരക്കെട്ട്, ഒതുങ്ങിയ അരക്കെട്ട് എന്നൊക്കെ പറയാറില്ലേ, മധ്യഭാഗം എന്നൊക്കെ പറയാം. ഇപ്പോ ലക്ഷ്യ രോമ ലത ആധാരത സമുന്നേയ മധ്യമ എന്നാണ്. ലക്ഷ്യ രോമ ലതാധാരത സമുന്നേയ മധ്യമ. മധ്യമ എന്ന് പറഞ്ഞാൽ മധ്യഭാഗം, അരക്കെട്ട് എന്നർത്ഥം. അപ്പൊ അരക്കെട്ടിനെ കുറിച്ച് പറയാണ്. അതെന്താണ്? ലക്ഷ്യ രോമ ലതാധാരത സമുന്നേയ മധ്യമ. അത് എങ്ങനെയാണ്? ലക്ഷ്യം ഒരു നാമം, രോമലത എന്ന് പറയുന്നത് ഒരു നാമം, ആധാരത എന്ന് പറയുന്ന ബേസ്, അടിസ്ഥാനം എന്നൊക്കെ അർത്ഥം. ആധാരം എന്നൊക്കെ പറയാറ്, ആധാരത അല്ലെങ്കിൽ ആധാരത്വം എന്നൊക്കെ പറയാം. സമുന്നേയ മധ്യമ. അപ്പൊ ഇങ്ങനെ ഒരുപാട് നാമങ്ങള് ചേർത്തൊരൊറ്റ നാമാക്കിയതാണ് വാഗ്ദേവതമാര്. ലക്ഷ്യ രോമലത ആധാരത സമുന്നേയ മധ്യമ. മനസ്സിലായോ? അങ്ങനെയാണ് ചില്ലാന്ന് നാമം. ലക്ഷ്യ രോമലതാധാരത സമുന്നേയ മധ്യമ. അപ്പൊ മധ്യഭാഗത്തെ കുറിച്ച്, അരക്കെട്ടിനെ കുറിച്ച് പറയുന്നു. അപ്പോ ഇടുങ്ങിയ ഭാരതീയ സൗന്ദര്യ ലക്ഷണ ശാസ്ത്രമനുസരിച്ച്, സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് ഇടുങ്ങിയ അരക്കെട്ട് ഉത്തമ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവതിയുടെ ലളിതാ ത്രിപുരസുന്ദരി അരക്കെട്ട് അതിമനോഹരമാണ് എന്നാണ് വാഗ്ദേവന്മാര് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ കൃശമായ അരക്കെട്ട്, ഇടുങ്ങിയ അരക്കെട്ട്, ഇത് ഉണ്ടെന്നു പോലും അറിയുന്നില്ല എന്നാണ് പറയുന്നത്. ലക്ഷ്യം എന്ന് പറയുന്ന, അതായത് ലക്ഷ്യരോമലതാധാരത, കൃശമായ അരക്കെട്ടാണ്. ഇപ്പോ ഇതിന്റെ ഈ അരക്കെട്ടിന്റെ ആധാരം കൊണ്ട്, ബേസ് കൊണ്ട് അവിടെ ഈ ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാണെന്നാ പറയുന്നത്. അത്ര മനോഹരമായിട്ടുള്ള അരക്കെട്ടാണ്. ലക്ഷ്യ രോമ ലതാധാരത സമുന്നയ മധ്യമ. ഊഹിക്കാവുന്നതാണ്. സമുന്നയം എന്ന് പറഞ്ഞാൽ ഊഹിക്കുക. അതെന്തുകൊണ്ടാണ്? അതായത് രോമലതയ്ക്ക് അത് ഈ രോമലത കൊണ്ട്, അതിൻ്റെ ആ ഭംഗി കൊണ്ട് ഇത് കാണുന്നില്ല, അരക്കെട്ട് കാണുന്നില്ല. അപ്പൊ ഇതിന്റെ ആധാരം കൊണ്ട് ഇതെന്ത് സങ്കല്പിക്കുകയാണെന്നാ പറയുന്നത്. ഊഹിക്കാവുന്ന മധ്യഭാഗത്തോട് കൂടിയവള സമുന്നേയ മധ്യമ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. കൃശമായ അരക്കെട്ട്, ഇടുങ്ങിയ അരക്കെട്ട്, ഇത് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. രോമലതയ്ക്ക് ആധാരമായി അരക്കെട്ട് ഉണ്ടെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. കാണപ്പെടുന്നതായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന എന്നൊക്കെ പറയാം നമുക്ക്. കാണപ്പെടുന്നതായ ലക്ഷ്യ
രോമലത, രോമലതയെ നമുക്ക് കാണാം. ലക്ഷ്യരോമ, കാണാവുന്ന ആ രോമലതയ്ക്ക് ആധാരമായത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആധാരം വേണ്ടേ, എന്തെങ്കിലും ഉണ്ടാവാൻ ഒരു ബേസ് വേണ്ടേ. ഇപ്പോ ആധാരം ഊഹിക്കാവുന്നതാണ് മധ്യമ എന്ന്, അരക്കെട്ട് എന്നാണ്. ആ അരക്കെട്ട് അവിടെ ഉണ്ട് എന്ന് ഊഹിക്കുന്നു. എങ്ങനെ? ഇത് കാണാം, രോമലത നമുക്ക് കാണാം. ലക്ഷ്യ രോമലത ആധാരത സമുന്നയ മധ്യമ.